എം ലോറൻസിന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുന്നു. ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും. സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, എങ്ങനെ പുരോഗമിക്കുന്നു പൊതുദർശനം? ഇപ്പോൾ ടൗൺ ഹാളിൽ ആണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. രാവിലെ നമുക്ക് ലെനിൻ സെൻറ്ററിലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും ഒക്കെ കണ്ടതുപോലെ തന്നെ വലിയ ആൾ തിരക്കും ജനക്കൂട്ടവും ഇവിടെയുമുണ്ട്. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന CPM-നും CPM-ന് പുറത്തുമുള്ള വിവിധ ബഹുജന സംഘടനകളുടെ പ്രവർത്തകർ, വിവിധ പൊതുസംഘടനകളുടെ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രവർത്തകരൊക്കെയും ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ജനക്കൂട്ടം എല്ലായിടത്തുമുണ്ട്. കാരണം ദീർഘകാലം പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഏറെക്കാലം അദ്ദേഹം എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എറണാകുളത്ത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായും വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിലും ഒക്കെ അദ്ദേഹം പാർട്ടി ലീഡർഷിപ്പിലും ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുമൊക്കെയായി അങ്ങനെ ദീർഘകാലം പ്രവർത്തിച്ചതിൻ്റെ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇവിടെ നാടും ഈ നഗരവുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അവരുടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ എം ലോറൻസിന് അവസാനമായി കാണാൻ, അദ്ദേഹത്തിന് അവസാനമായി യാത്രയയപ്പ് നൽകുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രമുഖ നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അതിനൊപ്പം UDF-ൻ്റെയും BJP-യുടെയും നേതാക്കളുണ്ട്. മത സാമുദായിക നേതൃത്വത്തിലെ പ്രമുഖരുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ അറിയപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ നിത്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണുന്നതിനു വേണ്ടി, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ അരമണിക്കൂർ പൊതുദർശനത്തിന് ശേഷം എറണാകുളം ലെനിൻ സെൻറ്റർ, പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനമായ ലെനിൻ സെൻറ്ററിൽ എത്തിച്ചു. ലെനിൻ സെൻറ്ററിൽ ഏതാണ്ട് അരമണിക്കൂറോളം പൊതുദർശനം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, CPM പോളിറ്റ് ബ്യൂറോ അംഗം MABP ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചേർന്ന് മൃതദേഹത്തിൽ ചെങ്കൊടി പുതപ്പിച്ചു. തുടർന്നാണ് വിലാപയാത്രയായി മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങി. മന്ത്രിമാർ, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തകർ, നേതാക്കൾ, അങ്ങനെ നിരവധി പേർ ഇവിടെ ഇപ്പോഴുമുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതൃനിരയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, വിവിധ മതസമുദായിക നേതാക്കൾ, വൈദികർ, പുരോഹിതർ, അങ്ങനെ ഒട്ടേറെ പേർ ഇവിടെ വരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ദീർഘകാലം ഈ നഗരവും ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളുമൊക്കെയായി വലിയ ബന്ധങ്ങളുണ്ട്. കാരണം ജില്ലയിൽ ആകമാനം CPI കെട്ടിപ്പടുക്കുന്നതിനും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, സ്വന്തം ജീവിത സൗകര്യങ്ങൾ മാറ്റിവെച്ച് നാടിനും നാട്ടുകാർക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ജീവിച്ച ഒരു വലിയ നേതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ദീർഘകാലം CPM-നെ നയിച്ചു. ഒപ്പം തന്നെ ഈ സമീപകാലത്തായി ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നെങ്കിൽ പോലും ജനമനസ്സുകളിൽ നിന്ന് നേതാവിനോടുള്ള ഇഷ്ടമോ താല്പര്യമോ ഒന്നും മറഞ്ഞിട്ടില്ല എന്ന് വെളിവാക്കുന്നതാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. ഓരോ നിമിഷവും നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. 4 മണി വരെയാണ് ഇവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം നേരത്തെ നമ്മളൊക്കെ വാർത്ത നൽകിയതുപോലെ തന്നെ ആശുപത്രിക്ക് പഠനാവശ്യത്തിനായി നൽകും. മെഡിക്കൽ കോളേജിലേക്കാണ്, കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം അത് പാർട്ടിയോടും ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനനുസരിച്ച് പാർട്ടിയും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം ഇന്ന് 4 മണിക്ക് ഇവിടെ വെച്ച്, ഈ പൊതുദർശനം നടക്കുന്ന വേദിയിൽ വെച്ച് തന്നെ ആശുപത്രി അധികൃതർക്ക് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വികാരനിർഭരമായ ഒട്ടേറെ രംഗങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹവുമായിട്ട് ഏറെ അടുപ്പമുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ കണ്ണീരോടെ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുന്ന കാഴ്ച ഇവിടെ കാണാം. ഒട്ടേറെ നേതാക്കൾ, അദ്ദേഹത്തുമായിട്ട് വളരെ വ്യക്തിബന്ധമുള്ള, വിവിധ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള, വിവിധ കുടികൾ പിടിക്കുന്ന, വിവിധ നേതൃനിരയിലുള്ള ഒട്ടേറെ പേർ, രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങളുള്ള ഒട്ടേറെ പേർ ഇവിടെ വന്നുപോയി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങി. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുകയാണ്. 4 മണിവരെയാണ് ഇവിടെ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. എം ലോറൻസിൻ്റെ പൊതുദർശനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.